Hi friends, welcome to my YouTube channel H Media. ഈ വീഡിയോയിലൂടെ ഫോട്ടോഷോപ്പ് ബീറ്റ വെർഷനിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത ന്യൂ ഫീച്ചറായ ഡൈനാമിക് ടെക്സ്റ്റിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഡൈനാമിക് ടെക്സ്റ്റ് എന്നത് ഒരു ടൈപ്പ് ലെയർ ആണ്. നമ്മളൊരു ഡിസൈൻ ചെയ്യുമ്പോൾ അതിലെ ടെക്സ്റ്റുകൾ മാനുവലായി അലൈൻ ചെയ്യുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടേറിയ ഒരു കാര്യമാണ്. 50% ഓഫ് ടൈം ഇതുപോലെ ടെക്സ്റ്റുകൾ അലൈൻ ചെയ്യുന്നതിനാണ് നമ്മൾ സ്പെൻഡ് ചെയ്യാറുള്ളത്. ടെക്സ്റ്റുകൾ മാനുവലായി അലൈൻ ചെയ്യുന്നതും മൾട്ടിപ്പിൾ ടെക്സ്റ്റ് ലെയറുകൾ ക്രിയേറ്റ് ചെയ്യുന്നതും ഡൈനാമിക് ടെക്സ്റ്റ് എന്ന ഈ ഒരു ന്യൂ ഫീച്ചറിലൂടെ നമുക്ക് ഒഴിവാക്കാവുന്നതാണ്. ഒരു ഇന്റലിജന്റ് ലേഔട്ട് അവെയർ ടൈപ്പോഗ്രാഫിയാണ് ഇതിലൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ഫോട്ടോഷോപ്പിൽ പ്രൊഡക്ടിവിറ്റിയും പ്രിസിഷനും ഇൻക്രീസ് ചെയ്യാവുന്ന ഈ ഒരു ഫീച്ചർ എങ്ങനെ യൂസ് ചെയ്യാം, എങ്ങനെ ആക്സസ് ചെയ്യാമെന്നെല്ലാം ഈ വീഡിയോയിലൂടെ ചെക്ക് ചെയ്യാം. ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപേ ആദ്യമായാണ് ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സുകളിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക. കൂടാതെ ഇന്റീരിയർ എക്സ്റ്റീരിയർ വിഷ്വലൈസേഷൻ പേഴ്സണൽ ട്രെയിനിങ്ങും എച്ച് മീഡിയയിൽ അവൈലബിൾ ആണ്. കോഴ്സുകളെ കുറിച്ച് കൂടുതൽ അറിയാനായി താഴെ കാണുന്ന നമ്പറിൽ കോൾ ചെയ്യുകയോ വാട്സപ്പ് മെസ്സേജ് അയക്കുകയോ ചെയ്യാവുന്നതാണ്. താമസിയാതെ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഫോട്ടോഷോപ്പിന്റെ ബീറ്റ 26.7 എന്ന വെർഷനാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ഈ ഒരു ബീറ്റ വെർഷനിലാണ് ഡൈനാമിക് ടെക്സ്റ്റ് എന്ന ഈ ഒരു ബ്രാൻഡ് ന്യൂ ഫീച്ചർ റിലീസ് ആയിരിക്കുന്നത്. ഈ ഒരു ഡൈനാമിക് ടെക്സ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നതിനായി ടൂൾ ബാറിൽ നിന്നും ഈ ഒരു ടെക്സ്റ്റ് ടൂൾ ആക്സസ് ചെയ്യാം. നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഈ ഒരു പേജിൽ ക്ലിക്ക് ചെയ്യാം. ഇനി ബ്രീത്ത്, റിലാക്സ്, റീകണക്ട് വിത്ത് നേച്ചർ എന്നിങ്ങനെ ടൈപ്പ് ചെയ്തിരിക്കുകയാണ്. ഇനി ഈ ഒരു ടെക്സ്റ്റിനെ ഒരു ഡൈനാമിക് ടെക്സ്റ്റായി കൺവേർട്ട് ചെയ്യുന്നതിനായി മൾട്ടിപ്പിൾ ഓപ്ഷൻസ് നമുക്കിതിന് അവൈലബിൾ ആണ്. ആദ്യമായി ഈ ഒരു ടെക്സ്റ്റ് ലെയർ സെലക്ട് ചെയ്ത് ഈ ഒരു ലെയർ വിൻഡോയിൽ റൈറ്റ് ക്ലിക്ക് ചെയ്തുകൊണ്ട് കൺവേർട്ട് ടു ഡൈനാമിക് ടെക്സ്റ്റ് എന്ന ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്കിതിനെ ഡൈനാമിക് ടെക്സ്റ്റായി കൺവേർട്ട് ചെയ്യാവുന്നതാണ്. പിന്നെ താഴെ കാണുന്ന ഈ ഒരു ടാസ്ക് ബാറിൽ നിന്നും ഡൈനാമിക് ടെക്സ്റ്റിന്റെ ഈ ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്തോ ഫോട്ടോഷോപ്പിന്റെ പ്രോപ്പർട്ടി ബാറിൽ നിന്നും ഈ ഒരു ഡൈനാമിക് ടെക്സ്റ്റിന്റെ ഐക്കണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ടും നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഏതൊരു ടെക്സ്റ്റിനെയും ഡൈനാമിക് ടെക്സ്റ്റായി നമുക്ക് കൺവേർട്ട് ചെയ്യാവുന്നതാണ്. നമ്മൾ ഈ ഒരു ടെക്സ്റ്റിനെ ഇതുപോലെ ഡൈനാമിക് ടെക്സ്റ്റായി കൺവേർട്ട് ചെയ്തിരിക്കുകയാണ്. ഡൈനാമിക് ടെക്സ്റ്റായി കൺവേർട്ട് ചെയ്തപ്പോൾ ലെയർ വിൻഡോയിൽ നമ്മളുടെ ടെക്സ്റ്റ് ടൂളിന്റെ ഈ ഒരു ഐക്കൺ ഇതുപോലെ ചേഞ്ച് ആയിരിക്കുകയാണ്. ഇനി നമ്മളുടെ ഈ ഒരു ടെക്സ്റ്റ് ഇതുപോലെ ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്തപ്പോൾ ഈ ടെക്സ്റ്റിൽ ഇതുപോലെ ബൗണ്ടിംഗ് ബോക്സുകൾ നമുക്കിവിടെ കാണാവുന്നതാണ്. ഈ കാണുന്ന ബൗണ്ടിംഗ് ബോക്സുകളിൽ സെലക്ട് ചെയ്ത് ഇതുപോലെ ഡ്രാഗ് ചെയ്യുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കായി ഈ ഒരു ടെക്സ്റ്റുകൾ റീസൈസ് ആവുകയും ഈ ടെക്സ്റ്റുകൾ പെർഫെക്റ്റായി അലൈൻ ആയിരിക്കുന്നതായും ഇവിടെ കാണാവുന്നതാണ്. ടെക്സ്റ്റുകൾക്ക് ഒരു സ്മാർട്ട് ട്രാക്കിംഗ് ആണ് ഈ ഒരു ഡൈനാമിക് ടെക്സ്റ്റിലൂടെ ലഭിച്ചിരിക്കുന്നത്. ടെക്സ്റ്റുകളെ ഏതു രീതിയിൽ വേണമെങ്കിലും നമുക്ക് ഇവിടെ നിന്നും അലൈൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇവിടെ ബ്രീത്ത് എന്ന ഈ ഒരു ടെക്സ്റ്റ് ഒരു സിംഗിൾ ലൈൻ ആക്കണമെങ്കിൽ നമുക്കിവിടെ സെലക്ട് ചെയ്ത് കീബോർഡിൽ എൻ്റർ പ്രസ് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ എൻ്റർ പ്രസ് ചെയ്തപ്പോൾ ബ്രീത്ത് എന്ന ഈ ഒരു ടെക്സ്റ്റ് ഒരു സിംഗിൾ ലൈനായി മാറിയിരിക്കുകയാണ്. ഇനി റിലാക്സ്, റീകണക്ട് എന്ന ഈ ഒരു ലൈനിൽ ഞാനിവിടെ സെലക്ട് ചെയ്ത് ഓൾട്ട് ഹോൾഡ് ചെയ്ത് ആരോ കീ പ്രസ് ചെയ്യുകയാണ്. ഇവിടെ ഓട്ടോമാറ്റിക്കായി ഈ വേർഡ്സ് തമ്മിൽ ഒരു ഗ്യാപ്പ് ക്രിയേറ്റ് ആവുന്നതായി നമുക്കിവിടെ കാണാവുന്നതാണ്. ഇതുപോലെ ഓൾട്ട് ഹോൾഡ് ചെയ്ത് ലെഫ്റ്റ് ആരോ പ്രസ് ചെയ്യുകയാണെങ്കിൽ വേർഡുകൾ തമ്മിലുള്ള ഗ്യാപ്പ് റെഡ്യൂസ് ചെയ്യാവുന്നതുമാണ്. ഇനി റിലാക്സ് എന്ന വേർഡ് മറ്റൊരു ലൈനായി ചേഞ്ച് ചെയ്യണമെങ്കിൽ ഇവിടെ ഇതുപോലെ സെലക്ട് ചെയ്ത് എൻ്റർ പ്രസ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഇവിടെ റിലാക്സ് എന്ന ഈ ഒരു വേർഡ് ഒരു ലൈനായി മാറിയിരിക്കുകയാണ്. ഇതുപോലെ വളരെ ഈസിയായി ടെക്സ്റ്റുകളെ ടൈപ്പ് ചെയ്യാനും നമുക്ക് ആവശ്യമുള്ള രീതിയിൽ ആ ടെക്സ്റ്റുകളെ അലൈൻ ചെയ്യാവുന്നതുമാണ്. ഇനി നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഈ ഒരു ഡൈനാമിക് ടെക്സ്റ്റിൽ നമുക്ക് ആവശ്യമുള്ള രീതിയിൽ ഫോർമാറ്റിംഗ് ചെയ്യാവുന്നതാണ്. ഇവിടെ റിലാക്സ് എന്ന ഈ ഒരു വേർഡ് ഇവിടെ സെലക്ട് ചെയ്തിരിക്കുകയാണ്. ഇനി ഷിഫ്റ്റ് കൺട്രോൾ ഹോൾഡ് ചെയ്ത് ബി പ്രസ് ചെയ്യുകയാണെങ്കിൽ ബോൾഡായ ഈ ഒരു ടെക്സ്റ്റിനെ റെഗുലറായി ചേഞ്ച് ചെയ്യാവുന്നതാണ്. ഇതുപോലെ തിരിച്ചും ഷിഫ്റ്റ് കൺട്രോൾ ബി പ്രസ് ചെയ്തുകൊണ്ട് ബോൾഡ് ചെയ്യാനും സാധിക്കുന്നതാണ്. ഇനി നമ്മൾ സെലക്ട് ചെയ്ത ഈ ഒരു ടെക്സ്റ്റിനെ ഇറ്റാലിക്സിലേക്ക് ചേഞ്ച് ചെയ്യണമെങ്കിൽ ഷിഫ്റ്റ് കൺട്രോൾ ഐ പ്രസ് ചെയ്യാവുന്നതാണ്. ഇവിടെ നമ്മൾ സെലക്ട് ചെയ്ത ഈ ഒരു ടെക്സ്റ്റ് ഇതുപോലെ ഇറ്റാലിക്സ് ആയി മാറിയിരിക്കുകയാണ്. ഇനി ടെക്സ്റ്റിന്റെ കളർ ചേഞ്ച് ചെയ്യണമെങ്കിൽ ഇതുപോലെ സെലക്ട് ചെയ്ത് ഈ ഒരു ടാസ്ക് ബാറിൽ നിന്നോ
പ്രോപ്പർട്ടി ബാറിലെ ഈ ഒരു കളറിൽ ക്ലിക്ക് ചെയ്തോ നമുക്ക് ആവശ്യമുള്ള കളറിനെ സെലക്ട് ചെയ്യാവുന്നതാണ്. സെലക്ട് ചെയ്ത ടെക്സ്റ്റിന് ഡിഫറെൻറ്റ് ഫോണ്ടുകളും നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. ടെക്സ്റ്റുകൾ ഇതുപോലെ സെലക്ട് ചെയ്ത് ഷിഫ്റ്റ് കൺട്രോൾ കെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഓൾ ക്യാപ്സ്, അതുപോലെ ഷിഫ്റ്റ് കൺട്രോൾ എച്ച് പ്രസ് ചെയ്യുകയാണെങ്കിൽ സ്മോൾ ക്യാപ്സ് തുടങ്ങിയ ഓപ്ഷനുകൾ നമുക്ക് ഇവിടെ നിന്നും ഇതുപോലെ എനേബിൾ ചെയ്യാവുന്നതാണ്. ഡൈനാമിക് ടെക്സ്റ്റ് എന്ന ഈ ഒരു ന്യൂ ഫീച്ചർ യൂസ് ചെയ്ത് ടെക്സ്റ്റുകളെ ഇതുപോലെ നമുക്ക് ആവശ്യമുള്ള രീതിയിൽ റീസൈസ് ചെയ്ത് ഓട്ടോമാറ്റിക്കായി അലൈൻ ചെയ്യാവുന്നതാണ്. കൺട്രോൾ ഹോൾഡ് ചെയ്ത് ഡൈനാമിക് ടെക്സ്റ്റിനെ സെലക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആവശ്യമുള്ളിടത്ത് ഈ ഒരു ടെക്സ്റ്റിനെ ഇതുപോലെ പ്ലേസ് ചെയ്യാവുന്നതാണ്. ഷിഫ്റ്റും കൺട്രോൾ ഹോൾഡ് ചെയ്ത് കോർണറിലെ ഈ ഒരു ബൗണ്ടിംഗ് ബോക്സിൽ ഹോൾഡ് ചെയ്ത് ഒരേ ലെവലിൽ ഈ ഒരു ടെക്സ്റ്റിനെ സ്കെയിൽ ചെയ്ത് ഇൻക്രീസ് ചെയ്യാനും റെഡ്യൂസ് ചെയ്യാനും സാധിക്കുന്നതാണ്. കൺട്രോൾ എൻ്റർ പ്രസ് ചെയ്തോ പ്രോപ്പർട്ടി ബാറിൽ കാണുന്ന ഈ ഒരു ടിക്ക് പ്രസ് ചെയ്തുകൊണ്ടോ ഈ ഒരു ടെക്സ്റ്റിന്റെ ക്രിയേഷൻ ഫിനിഷ് ചെയ്യാവുന്നതാണ്. ഡൈനാമിക് ടെക്സ്റ്റിൽ എഡിറ്റിംഗ് ഫിനിഷ് ചെയ്ത ശേഷം ആ ടെക്സ്റ്റിനെ കൺട്രോൾ ടി പ്രസ് ചെയ്ത് ഫ്രീ ട്രാൻസ്ഫോം യൂസ് ചെയ്ത് നമുക്ക് ആവശ്യമുള്ള രീതിയിൽ അതിനെ സ്കെയിൽ ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതുമാണ്. ഇതുപോലെ പോസ്റ്ററുകൾ, തംബ്നെയിൽസ്, ഹെഡിംഗ്, ക്യാപ്ഷൻസ് തുടങ്ങിയ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ടെക്സ്റ്റുകളെ ഓട്ടോമാറ്റിക്കായി അലൈൻ ചെയ്ത് ക്രിയേറ്റ് ചെയ്യുന്നതിനായി ഈ ഒരു ഡൈനാമിക് ടെക്സ്റ്റ് എന്ന ഈ ഒരു ന്യൂ ഫീച്ചർ യൂസ് ചെയ്യാവുന്നതാണ്. ഫോട്ടോഷോപ്പിന്റെ ബീറ്റ വെർഷനിലാണ് ഈ ഒരു ന്യൂ ഫീച്ചർ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഫീച്ചർ ആക്സസ് ചെയ്യുന്നതിനായി ക്രിയേറ്റീവ് ക്ലൗഡ് ഓപ്പൺ ചെയ്ത് ഫോട്ടോഷോപ്പ് ബീറ്റ വെർഷൻ അപ്ഡേറ്റ് ചെയ്യേണ്ടതാണ്. ഇനി ഫോട്ടോഷോപ്പ് ഡിസൈനിങ്ങിൽ പ്രൊഡക്ടിവിറ്റിയും പ്രിസിഷനും ഇൻക്രീസ് ചെയ്യുന്നതിനായി ഈ ഒരു ഡൈനാമിക് ടെക്സ്റ്റ് യൂസ് ചെയ്യാവുന്നതാണ്. ഇത്രയുമാണ് ഈ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ നിങ്ങളിലേക്ക് എത്താനായി സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക.